ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന പഴനുറുക്കാണ്. അതിനെ 3-4 പഴം എടുത്ത് 3-4 കഷ്ണമാക്കി വെച്ചു. അത് ഞാൻ അടുപ്പയിൽ ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചു. ഒത്തിരി വെള്ളം വേണ്ട, സ്വല്പം വെള്ളം. പിന്നെ നമുക്ക് ഏത്തക്ക ഒക്കെ പുഴുങ്ങുന്ന അറിയാമല്ലോ, അതുപോലെ ഒരു തുള്ളി വെള്ളത്തിൽ ഇത് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. പിന്നെ ഇതിനകത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വെന്ത ശേഷം ഇതിനകത്തോട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം. ഈ ശർക്കര ഇതിനകത്ത് നല്ലകൂട്ട് തിളച്ച് പിന്നെ ഈ ഏത്തക്കായലൊക്കെ ഒന്ന് പിടിക്കും. നമുക്കത് കണ്ടാൽ അറിയാം. നല്ലകൂട്ട് ഏത്തക്കായൽ ഇത് പെരണ്ട് പിടിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ പിന്നെ ഇത് ഫ്ലേവർ പിടിക്കും. നല്ലൊരു ടേസ്റ്റുള്ള ഒരു പിന്നെ സ്വീറ്റ് ഡിഷാണിത്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഒരു പിടി തേങ്ങ ഞാൻ എടുത്തു വെച്ചു. അതിനകത്തോട്ട് 1 സ്പൂൺ ജീരകപ്പൊടിയും 1 സ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല കൂട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം അടിപൊളി പഴനുറുക്ക് റെഡിയാവും. ഇത് പഴമയുടെ ഒരു രുചിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് പപ്പടം കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ പപ്പടം കൂടെ കൂട്ടി വേണം ഇത് കഴിക്കാൻ. ഇത് ഓണക്കാലത്ത് പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് ഇതുപോലെ പഴുത്ത പഴം കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നത്. ഇത് ഓണത്തിന് ചെയ്യുന്ന ഒരു വിഭവമാണ്. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഡിഷും കൂടെയാണിത്. വെളിയിലെല്ലാം മഴയാണ്, അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. കണ്ടില്ലേ, അടിപൊളി സാധനമല്ലയോ?